ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകണമെന്ന് എന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജേണി ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സീരീസ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകണം, ഏത് ഫാർഷൂലിലാണ് ഞാൻ പോയി രജിസ്റ്റർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും കാണാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലാസ്സസ് കുറച്ച് കുറവാണ്. ഏകദേശം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് 30ഓളം ക്ലാസ്സുകൾ വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10 തൊട്ട് 15 ക്ലാസ്സുകൾ വരെ എടുത്താൽ മതിയാവും ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കിട്ടാനായിട്ട്. നമുക്കിതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിനെ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ സർവീസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം എനിക്കായത് 37 യൂറോയാണ് കേട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി അത് കൊടുത്ത സമയത്ത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ടെസ്റ്റ് ആണ്. ഐ ടെസ്റ്റിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോവുക, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെക്സിൻ്റെ ഷോപ്പിൽ പോവുക, അവിടെ പോയിട്ട് ഫ്ലൂറഷൈന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുക. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് മേടിച്ചിട്ട് നമ്മൾ പോരുക. അപ്പോൾ നമ്മുടെ 2 ഡോക്യുമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ മിച്ചറിൻ്റെ സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്നിട്ട് എടുത്ത്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാധനം എന്നിട്ടാ ഇതാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിനായത്. ഇത് അവർ ആപ്പിന് വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. നമുക്ക് ആപ്പിന് രജിസ്റ്റർ ചെയ്തതിന് 25 യൂറോ ആണ് ആയത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ അടുത്ത സാധനം എടുക്കുക. അടുത്ത സാധനം എന്നിട്ട് ഇതാണ് നമ്മുടെ ഫാർച്ചൂലിൽ രജിസ്റ്റർ ചെയ്തേണ്ട ബില്ല്. ഏകദേശം 50 യൂറോയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഇതാണ് ഇപ്പോൾ ഈ ഫാർച്ചൂലെ വാട്ടർ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെ അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞൊരു കോഡുണ്ട്. ആ കോഡ് വെച്ചിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ ഒരു കോഡ് വെച്ചിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ തിയറി എക്സാമിനും കാര്യത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത ഡോക്യുമെൻറ്റുകൾ നോക്കാം. ഇതൊന്നൊരു സാധനം, ഇത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഇത് അവർക്ക് എന്തോ അഡ്രസ്സ് അയക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ ഏതെങ്കിലും ഫാർച്ചൂലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അക്കൗണ്ടിലോട്ട് പൈസ എടുക്കുക, അല്ലെങ്കിൽ പേപ്പാൽ വഴിയാണോ അതോ നേരെ ബൈ ക്യാഷ് ആണോ വാങ്ങണമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ പറയണം, ഈ ഫാർച്ചൂലെ വാട്ടർ പ്ലാറ്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പാലും അല്ലെങ്കിൽ ക്യാഷും മാത്രമാണ് അവർ എടുക്കുകയുള്ളൂ. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ പേപ്പാൽ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് എടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലൈപ്സിഷിലാണ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ പോകാൻ നോക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ പറഞ്ഞ പോലത്തെ അടുത്ത സാധനമാണ്, ഇതാണ് ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയണത്. എന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫാർച്ചൂലയിൽ ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ കൊടുത്തേക്കണ അതിൽ എക്സാമിന് 150 യൂറോ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തിയറി ടെസ്റ്റിന് 35 യൂറോ, പിന്നെ ഓരോ ക്ലാസ്സിനും 45 മിനിറ്റിൻ്റെ ഓരോ ക്ലാസ്സിനും 55 യൂറോ വെച്ചിട്ട്, അതുപോലെ തന്നെ തിയറി ക്ലാസ്സിന് 50 യൂറോ. അങ്ങനെയാണ് ആ സാധനം രജിസ്റ്റർ ചെയ്തേക്കണുണ്ട്. അപ്പോൾ അതിൽ നമ്മളത് ഒപ്പിട്ടിട്ട് സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഡോക്യുമെൻറ്റ്. ഇനി അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഐ ടെസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്. ഇങ്ങനെയാണ് ഒരു സാധനം കിട്ടുക. മിസ്റ്റർ സ്പെക്സിൽ നിന്നാണ് ഈ ഒരു സാധനം എടുത്തേട്ടാ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരെ പോവുക, 15 മിനിറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉള്ളൂ ഐ ടെസ്റ്റ് ചെയ്യുക. കണ്ണാടി ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അവർ കണ്ണാടി ഉള്ള ആ ഒരു സ്ഥലത്ത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണാടി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ഡോക്യുമെൻ്റാണ്, ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ജർമ്മൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കോസ്കോ എന്ന് പറയുന്ന സർവീസാണ് ഉപയോഗിച്ചത്. അത്യാവശ്യം നല്ലൊരു സർവീസ് ആയിരുന്നു. ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ അവർ ഈ പറഞ്ഞ സംഭവം നമ്മുടെ വീട്ടിലോട്ട് ഡെലിവറി ചെയ്ത് തന്നു കേട്ടോ. അത്യാവശ്യം പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായില്ല. നമ്മുടെ മെയിൻ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് പോവുക, പിന്നെ നമ്മുടെ പാസ്പോർട്ടും കാണിച്ചു കൊടുക്കുക, ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും റെസിഡൻസ് പെർമിറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ നേരെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറയും, ഇത് കൊടുക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പേയ്മെൻറ്റിൻ്റെ ലിങ്ക് വരും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഒരു ഒരാഴ്ച പിടിക്കില്ല, ഒരു 1-2-3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു പേയ്മെൻറ്റിൻ്റെ ലിങ്ക് വരും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ട്രാൻസ്ലേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇതാണ്
ഏസ്റ്റേ ഹിൽഫ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് കോഴ്സ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൾട്ടീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി പോലത്തെ ഒരു സ്കീമാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് കണ്ട് നമ്മളെടുത്തത്. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു ദിവസം നീണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് കോഴ്സ് ആയിരുന്നു. നമുക്കത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഏകദേശം തപ്പിയപ്പോൾ തന്നെ നമുക്കൊരു 3 ദിവസത്തിനുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ടായി. അപ്പോൾ നേരെ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോൾ ഒരു വീക്കെൻഡ് ആയിരുന്നു അപ്പോയിൻമെൻറ്റ്. 9 മണിക്ക് ക്ലാസ് തുടങ്ങി ഏകദേശം ഒരു 4:30 വരെ ഉണ്ടായി. അപ്പോൾ ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ അതിൽ ചോദ്യം ചോദിക്കലും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ അവിടെ ചെല്ലുക, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു സർട്ടിഫിക്കറ്റ് തരും. ഒരു 5 മണിക്ക് ആവുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുക, തിരിച്ചു വരിക, അത്രയുള്ള പരിപാടി. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ പാസ്പോർട്ടും പിന്നെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റും വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഫാർ ലോബ്നിസ് പെഹോഡയിലോട്ട് അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാവരും അടുത്ത വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ തിയറി എക്സാമിന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് തിയറി എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.